അല്ല ഗേസ്, നമുക്ക് ആനന്ദ നടനം കേട്ടു തുടങ്ങാം. നടന്ന് അമ്പലനടയിലെത്തിയ അനന്തന് പെട്ടെന്നാണ് സ്ഥലകാലബോധമുണ്ടായത്. അവനൊന്ന് ഞെട്ടി കൺചീമ്മി. അമ്പലത്തിൻ്റെ നടുവാതുക്കൾ കാറിൽ തന്നെ കൺചീമാതെ നോക്കിയിരിക്കുന്ന ദക്ഷയെ അവൻ കണ്ടു. അവൻ അവളെ കാണാത്ത മട്ടിൽ മറികടന്ന് മുന്നോട്ട് നടന്നു. അമ്പലത്തിനുള്ളിലേക്ക് കടന്നുപോയി. അതോടെ ദക്ഷയുടെ മുഖം മാടി. എങ്കിലും ആഗ്രഹിച്ചതുപോലെ അനന്തനെ കണ്ടല്ലോ എന്ന സന്തോഷം ആ കണ്ണുകളിൽ ഓളം തല്ലി. ദക്ഷയെ മറികടന്ന് മുന്നോട്ട് ചരിച്ച അനന്തൻ തന്നോട് തന്നെ ചോദിച്ചു, തനിക്കിതെന്തു പറ്റി? എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ? ഇന്ന് വരെ ആരോടും തോന്നാത്ത എന്തോ ഒന്ന് തനിക്ക് അവളോട് തോന്നുന്നുണ്ട്. അത് തെറ്റാണെന്നറിഞ്ഞിട്ടും എന്തിനൻ മനസ്സേ നീ എന്നെ കൈവിട്ട് അവളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും തൻ്റെ മനസ്സിനെ അടക്കാൻ തനിക്ക് കഴിയാതെ പോകുന്നു. അവളുടെ സാമീപ്യം മനസ്സൊരുപാട് കൊതിക്കുന്നു. നേരെ യക്ഷിയമ്മയുടെ അരികിലെത്തി. കണ്ണടച്ച് കൈകൂപ്പി അമ്മയോടൊന്ന് മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ, ദക്ഷ താൻ കാരണം ഒരിക്കലും കരയാൻ ഇടവരരുതെന്ന്. പെട്ടെന്ന് ദുശകനം പോലെ കാവിലെ വിളക്കുകളെല്ലാം കെട്ടുപോയി. കണ്ണു തുറന്ന് കാവിലെ ശ്രദ്ധിച്ച ആനന്ദനൊന്ന് പകച്ചു. ദീപപ്രഭയിൽ മൂടി നിന്നിരുന്ന കാവ് വിളക്കുകളെല്ലാം കെട്ട് ശ്മശാനമുഖതയായിരിക്കുന്നു. വല്ലാതെ അന്ധകാരം വ്യാപിച്ചിരിക്കുന്നു. അതൊരു ദുശകനമല്ലേ? അവൻ്റെ മനസ്സ് മന്ത്രിച്ചു. അതോടെ അവൻ ഒന്നുകൂടി ഉറപ്പിച്ചു, ദക്ഷയിൽ നിന്ന് എന്നേക്കുമായി അകന്നു മാറിപ്പോകുക. താൻ കാരണം ദക്ഷ വേദനിക്കാൻ പാടില്ല. പിറ്റേ ദിവസം ദക്ഷ കോളേജിലേക്ക് മടങ്ങിപ്പോയി. നഗരത്തിലെ പ്രശസ്തമായ കോളേജിലാണ് ദക്ഷ പഠിക്കുന്നത്. കോളേജിലേക്കുള്ള യാത്രയിലും അവിടെ കണ്ണുകൾ ആനന്ദിനെ തിരഞ്ഞുകൊണ്ടേയിരുന്നു. എല്ലാ പ്രാവശ്യം വീട്ടിൽ നിന്ന് വളരെയധികം സന്തോഷത്തോടെയാണ് കോളേജിലേക്ക് പോകുന്നത്. ഇപ്രാവശ്യം ഒട്ടും മനസ്സോടെയാണ് ദക്ഷ കോളേജിലേക്ക് പോകാൻ ഇറങ്ങിയിരിക്കുന്നത്. കാരണം ഇവിടെയാണ് തൻ്റെ പ്രാണനുള്ളത്. അവനെ കാണണമെങ്കിൽ തനിക്ക് തൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി വന്നെങ്കിലേ പറ്റുള്ളൂ. ഇതേസമയം ആനന്ദൻ രാവിലെ കോളേജിലേക്ക് പോകാൻ റെഡിയാകുകയാണ്. അവിടെയാണ് പാർക്കുട്ടിയുള്ളത്. അവൾക്ക് തൻ്റെ സഹായം അവിടെ ആവശ്യമുണ്ട്. ഓർത്തപ്പോൾ അവൻ്റെ മുഖം മുറുകി. താൻ ആ കോളേജിൽ പഠിച്ച സമയത്ത് അവിടെ റാഗിങ്, പെൺകുട്ടികളുടെ മോശമായി പെരുമാറൽ ഒന്നും തന്നെ താൻ അനുവദിച്ചിരുന്നില്ല. ഇപ്പോഴെല്ലാം പഴയതുപോലെ തിരിച്ചെത്തിയിരിക്കുന്നു. അവൻ തൻ്റെ ബൈക്കിൽ നേരെ പട്ടണത്തിലെ കോളേജ് വാതിൽ തന്നെ പാർക്കുട്ടിയും അമ്മയും അവനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൻ ബൈക്കിൽ നിന്നിറങ്ങി അവർക്കരികിലേക്ക് നടന്നെടുത്തു. അപ്പോൾ കാറിൽ അവർക്കരികിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ദക്ഷ. തനിക്കരികിൽ കാറിൽ നിശബ്ദയായിരിക്കുന്ന ദക്ഷയെ ദാമോദരൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സാധാരണ ഈ കുട്ടി ഇങ്ങനെയല്ല, വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കും. ആ ആളാണ് ഇപ്പോൾ നിശബ്ദത കൂടുകൂട്ടി ഇങ്ങനെ അനങ്ങാതെ ഇരിക്കുന്നത്. അച്ചുട്ടി, അവൾ മുഖം തിരിച്ച് അച്ചയൊന്ന് നോക്കി. എന്തേ എന്ന മട്ടിൽ. മുഖത്ത് വല്ലാത്ത നിരാശയും സങ്കടമൊക്കെ വെങ്ങി വിതുമ്പുന്നത് കാണാമായിരുന്നു. മോൾക്ക് എന്ത് പറ്റി? ഒന്നുമില്ലച്ചേ. പെട്ടെന്ന് ദക്ഷയുടെ ഭാവം മാറി. മനസ്സ് വല്ലാതെ തുടികുട്ടുന്ന അവൾ അറിഞ്ഞു. അനന്തേട്ടൻ അരികിലേക്ക് വരുമ്പോൾ തോന്നുന്ന അതേ വികാരം അവൾ പോലും അറിയാതെ അവൻ്റെ സാമീപ്യം അറിയുകയായിരുന്നു. പക്ഷെ അനന്തൻ തിരിഞ്ഞു നിന്നതുകൊണ്ട് അവൾക്ക് അവനെ കാണാൻ കഴിഞ്ഞില്ല. കാർ കോളേജ് കഴിഞ്ഞ് ഹോസ്റ്റലിലെ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ട് നിർത്തി. കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഹോസ്റ്റൽ. അവൾ വണ്ടിയിൽ നിന്നിറങ്ങി. ദക്ഷ വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. അവിടെ പ്രിയപ്പെട്ട കൂട്ടുകാരികൾ അഫ്സാന, കീർത്തി, ചാരുലത 3 പേരും അവളെ വന്ന് കെട്ടിപ്പുണർന്നു. എന്താടി, പ്രാവശ്യം വരുന്ന വഴിക്ക് വിളിയൊന്നും ഉണ്ടായില്ലല്ലോ, എന്തു പറ്റി നിനക്ക്? ഹേയ്, ഒന്നുമില്ലടി. അവൾ ചിരിച്ചു. അമ്മയെ പറഞ്ഞ് വിഷമാണോടി? അവരെ നോക്കി ചിരിക്കുന്ന അവിടെ ചിരിക്ക് ഒട്ടും ശോഭ പോരെന്നവർക്ക് തോന്നി. ദാമോദരൻ അവിടെ സംസാരമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അയാൾ കൊണ്ടുവന്ന സാധനമൊക്കെ അവിടെ റൂമിൽ കൊണ്ടുപോയി വെച്ചു. കൂട്ടുകാരികൾക്കായി വീണ എന്തൊക്കെയോ കൊടുത്തു വിട്ടിട്ടുണ്ട്. എല്ലാ തവണയും ഓരോ പലഹാരത്തിൻ്റെയും പേര് പറഞ്ഞ് പ്രത്യേകം അതൊക്കെ ഉണ്ടാക്കി കൂട്ടുകാരികൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന ദക്ഷ ഇപ്രാവശ്യം എന്താണ് അമ്മ ഉണ്ടാക്കി കൊടുത്തതെന്ന് പോലും നോക്കാതെ അതെല്ലാം പറക്കി ബാഗിൽ വെച്ച് കൊണ്ടുവരികയായിരുന്നു. അവിടെ ആ ഭാവമാറ്റവും രീതികളുമൊക്കെ വീണയും രുദ്രനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ നേരെ റൂമിൽ ചെന്ന് ഫ്രഷായിട്ട് കോളേജിൽ പോകാൻ റെഡിയായിട്ട് വന്നു. ദാമോദരൻ ദക്ഷയുടെ യാത്ര പറയാൻ കാത്തു നിൽപ്പുണ്ടായിരുന്നു. പതിവില്ലാതെ ദാമോദരൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ കണ്ണുകൾ നിറഞ്ഞു. ഓടി വന്നവളെ കെട്ടിപ്പുണർന്ന മാറിൽ മുഖം ചേർത്തു. ആ പ്രവൃത്തിയിൽ ദാമോദരൻ പിടഞ്ഞുപോയി. അച്ചുട്ടി, എന്താ മോളെ? അയാൾ കുനിഞ്ഞ നെറുകിൽ ഒരു വാത്സല്യ ചുംബനം നൽകി. ഒന്നുമില്ല അച്ചയുടെ പൊന്നുമോൾക്കൊന്നുമില്ല. അയാൾ കണ്ണ് ചിമ്മി കാണിച്ചു. അയാൾ ചിരിച്ചതേ, എൻ്റെ അച്ചുട്ടിക്ക് ആരെങ്കിലും കാണണമെന്ന് തോന്നിയാൽ ഒന്ന് വിളിച്ചാൽ പോരെ, അച്ചങ്ങ് പറന്നെത്തില്ലേ എൻ്റെ മോളെ കൊണ്ടുപോകാൻ? അവളൊന്ന് ചിരിച്ചു. അവിടെ കൂട്ടുകാർ പരസ്പരം ഒന്ന് നോക്കി. തങ്ങളുടെ കിലുക്കാൻ പെട്ടിക്ക് എന്ത് പറ്റി? ഇതൊക്കെ പുതിയ കാഴ്ചകളാണല്ലോ. അവർ ദാമോദരനോട് യാത്ര പറഞ്ഞ് കോളേജിലേക്ക് നടന്നു. ദാമോദരൻ മടങ്ങിപ്പോയി ആദിത്യപുരം ഗ്രാമത്തിലേക്കും 4 സംഘം പടികൾക്കേറി അവരുടെ ക്ലാസ്സിലേക്കും. ലൈബ്രറി ഹാളിൽ അടുത്തെത്തിയപ്പോൾ കണ്ടു ഒരു വഷളം ചിരിയുമായി നിൽക്കുന്ന അരുണിനെയും കൂട്ടുകാരെയും. ആനന്ദൻ കോളേജിന് മുന്നിൽ നിന്ന് പാറൂട്ടിയോടും അവരുടെ അമ്മയോട് സംസാരിക്കുകയാണ്. അമ്മ പൊക്കോളൂ, ഞാൻ വേണ്ടത് ചെയ്തോളാം. ഇനി ഇവിടെ നേർക്ക് ഒരാളുടെ ശല്യം ഉണ്ടാവില്ല. അവർ പ്രതീക്ഷയോടെ അവനെ ഉറ്റുനോക്കി. അവരെ സമാധാനിപ്പിച്ച് മടക്കിയതിനു ശേഷം
അനന്തൻ പാറൂട്ടിയോട് പറഞ്ഞു. മോള് മുൻപേ നടന്നു, ഏട്ടൻ ഈ പിറകെ തന്നെയുണ്ട്. പാറൂട്ടി നടന്നു തുടങ്ങി. അവർ നടന്ന് ലൈബ്രറി ഹാളിൻ്റെ അടുത്തെത്താറായി. അവർക്ക് ദൂരെ നിന്നേ അവർ കണ്ടു അരുണും അവൻ്റെ വഷളം കൂട്ടുകാരും അവിടെ നിൽക്കുന്നത്. അപ്പോഴാണ് അവർക്ക് മുമ്പിൽ 4 പെൺകുട്ടികൾ നടന്ന് അവന്മാർക്കരികിലേക്ക് എത്തിയത്. അത് ദക്ഷയും കൂട്ടുകാരികളുമായിരുന്നു. അവർ മുന്നിൽ നടന്നു വന്നത് കൊണ്ടും അത് ദക്ഷയാണെന്ന് അനന്തന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ആഹാ, തമ്പുരാട്ടിക്കുട്ടി എത്തിയോ? നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ എൻ്റെ ദശക്കുട്ടിയൊന്ന് ഉടഞ്ഞതുപോലെ ഉണ്ടല്ലോ. പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ ആർത്തിയോടെ അവിടെ ശരീരഭാഗങ്ങളിൽ അലഞ്ഞു നടന്നു. അവിടെ കണ്ണുകളിൽ തീയാടി. രുദ്രമഹാദേവരുടെ രക്തമോടുന്ന ശരീരമല്ലേ? കൈകൾ തിരിച്ചു. ഡാ, അവൾ അവന് നേരെ വിളിച്ചുണ്ടി. നീ എല്ലാവരോടും കളിക്കുന്ന കളി എന്നോട് കളിക്കാൻ വരരുത്. ഇത് ആള് വേറെയാ. ഇത് ദക്ഷാരുദ്രവീണയാണ്. തൊട്ടാൽ പൊള്ളും. ഓഹോ, തൊട്ടാൽ പൊള്ളൂ? എങ്കിൽ പിന്നെ ഞാൻ ഇപ്പോൾ തന്നെ പൊള്ളുമെന്ന് നോക്കിക്കളയാം. അവൻ പെട്ടെന്ന് അവളെ കീറിപ്പിടിച്ചു. പെട്ടെന്നുള്ള പ്രവൃത്തി ദക്ഷയും കൂട്ടുകാരും വിരണ്ടുപോയി. പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് അവർ കാണുന്നത് വായുവിൽ പറന്നു പോകുന്ന അരുണ്യാണ്. അവൾ പെട്ടെന്ന് മുഖം തിരിച്ചു നോക്കി എന്താ സംഭവിച്ചതെന്നറിയാൻ. തൊട്ടു മുമ്പിൽ ആനന്ദനും ദക്ഷയും മുഖത്തോട് മുഖം നോക്കി. അവൻ കീറിപ്പിടിച്ചത് ഏതോ ഒരു പെൺകുട്ടിയാണെന്ന് മാത്രമാണ് ആനന്ദൻ കരുതിയത്. പക്ഷെ അത് ദക്ഷയാണെന്നറിഞ്ഞതും അവൻ്റെ ഭാവം മാറി. അവനിലെ സിംഹം സടകുടഞ്ഞങ്ങ് പുറത്ത് ചാടി. അപ്പോഴത്തേക്കും പിന്നെ അവിടെ നടന്നത് എന്താണെന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് കിടിലൻ അടിയായിരുന്നു. അരുണിൻ്റെ ഓരോ ഇഞ്ചിലും അവൻ്റെ കൈകൾ പാഞ്ഞു നടന്നു. അവസാനം തൻ്റെ ദക്ഷയെ തൊട്ട കൈകൾ അവൻ പിരിച്ചൊടിച്ചു. അവൻ വേദന കൊണ്ട് അലറി വിളിച്ചു. അവൻ്റെ കൂട്ടുകാരെല്ലാം അടികൊണ്ട് നിലം പറ്റിക്കഴിഞ്ഞിരുന്നു. ബഹളം കേട്ട് കുട്ടികൾ മുഴുവൻ തടിച്ചുകൂടിയിരുന്നു. ആരോ പ്രിൻസിപ്പൽ അച്ഛനെ വിവരമറിയിച്ചു. പുറത്തുനിന്ന് ആരോ വന്നു കോളേജിലെ കുട്ടികളെ തല്ലുന്നു എന്നാണ് അച്ഛൻ ലഭിച്ച വിവരം. പ്രിൻസിപ്പൽ അച്ഛൻ അപ്പോൾ തന്നെ പോലീസിന് വിവരമറിയിച്ചു. ദക്ഷയും കൂട്ടുകാരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ദക്ഷ കൺചിമ്മാതാനത്തിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവളെ ഞെട്ടിച്ചുകൊണ്ട് അനന്തൻ അവൾക്കരികിലെത്തി. ഇടത് കൈയിൽ പാറൂട്ടിയും വലത് കൈയിൽ ദക്ഷയും ചേർത്ത് പിടിച്ചവൻ അലറി. ഒന്നെൻ്റെ പെങ്ങൾ, ഇതെൻ്റെ ജീവനും പ്രാണനുമായ എൻ്റെ പെണ്ണ്. ഇവരിൽ ആരുടെയെങ്കിലും നേർക്ക് ഒരു നോട്ടമോ ഒരു വാക്കോ ഉണ്ടായെന്നറിഞ്ഞാൽ ആനന്ദൻ ക്ഷമിക്കില്ലത്. ഇവരോടെന്നല്ല, ഈ കോളേജിൽ ഒരു പെൺകുട്ടിയോടും ആരെങ്കിലും മോശമായി പെരുമാറിയെന്നറിഞ്ഞാൽ വെറുതെ വിടില്ല ഞാൻ ഒന്നിനെയും. അവൻ പറഞ്ഞു നിർത്തി. അവൻ്റെ ദേഷ്യം അടങ്ങുന്നുണ്ടായിരുന്നില്ല. അരുണും കൂട്ടരും വേദന കൊണ്ട് നിലവിളിക്കുന്നുണ്ടായിരുന്നു. ദക്ഷ ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാതെ അവനെ തന്നെ നോക്കി അന്തം വിട്ട് നിൽക്കുകയാണ്. അവിടെ കൂട്ടുകാരികളും അന്തം വിട്ടവളെ നോക്കി. കാരണം ദക്ഷയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരാൾ, അവൾ തങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവർ പരസ്പരം നോക്കി. അപ്പോഴും 2 കരങ്ങളിൽ അനന്തൻ രണ്ടുപേരെയും തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. അവനിൽ നിന്ന് അകന്നു മാറാൻ പാറൂട്ടിയും ദക്ഷയും ആഗ്രഹിച്ചില്ല. പെട്ടെന്ന് സ്ഥലകാല ബോധം വന്ന് അവൻ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നവരെ ഒന്ന് നോക്കി. അതേ ദക്ഷയെ കണ്ട് അവൻ പെട്ടെന്ന് അവളിൽ നിന്ന് അകന്നു മാറി. അപ്പോഴും പാറൂട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. ദക്ഷ അവനെ തന്നെ നോക്കി മതിമറന്ന് നിൽക്കുകയാണ്. ആ സമയത്തും അവിടെ നിൽപ്പ് കണ്ടപ്പോൾ അനന്തന് ചിരി വരുന്നുണ്ടായിരുന്നു. അവളെ അരുമയായി തൻ്റെ നെഞ്ചോട് ചേർത്ത് ആ തൂന്നിറ്റയിൽ തൻ്റെ അധരങ്ങൾ ചേർക്കാൻ അവൻ്റെ ഉള്ളം തുടിച്ചു. പെട്ടെന്ന് അവളിൽ നിന്ന് നോട്ടം പിൻവലിച്ച് അവൻ മുന്നോട്ട് നടന്നു. അപ്പോൾ കോളേജ് കവാടത്തിൽ ഒരു പോലീസ് ജീപ്പ് കൊണ്ടു നിർത്തി. അതിൽ നിന്നും പോലീസ് ഇറങ്ങി. SI ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും പ്രിൻസിപ്പൽ അച്ഛനും അങ്ങോട്ട് വന്നിരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? പോലീസ് അനന്തനെ കൊണ്ടുപോകായിരിക്കും അല്ലേ? നമുക്ക് നാളെ കേൾക്കാൻ ബാക്കി. ഓക്കെ, ബൈ.